അവിടെ കൈവിട്ടോ. സ്റ്റെബിലിറ്റി ചെക്ക് നോക്ക്, സ്റ്റേബിളാണ് കേട്ടോ. ചെറിയൊരു റൈറ്റ് സൈഡ് പുള്ളിങ് ഉണ്ടോ? ഇല്ല, വലിയ ടാസ്ക് ഒന്നുമില്ല. അടിപൊളി കേട്ടോ. ഹോണ്ടയുടെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചസ് സെറ്റപ്പാണ്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നും നമ്മുടെ ഒപ്പമുള്ള ഹോണ്ടയുടെ NX500 ആണ് കേട്ടോ. ദ പെർഫെക്റ്റ് അഡ്വഞ്ചർ ടൂറർ ഫോർ ഇന്ത്യക്ക് മാത്രമല്ല കേരള റോഡ്സിലും ട്രാവൽ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ട്വിൻ സിലിണ്ടർ സ്മൂത്ത് റിഫൈൻഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ടോൾ വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട് LED ഹെഡ് ലാമ്പ്സും DRലും കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം വിസിബിലിറ്റി ഒന്നുമില്ല. പ്രോപ്പർ വിസിബിലിറ്റി ഫോർ ട്രാവലിംഗ് വേണമെങ്കിൽ ഓക്സ് ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. പിന്നെ കണ്ട് LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്ന ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കേട്ടോ. ഇത് പഴയ CB500X ഇല്ലേ, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് കേട്ടോ. അതിന് നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ് കൊടുത്തത്. ഇതിൽ നോക്കുക അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്വിൻ ഡിസ്ക് റോട്ടറൊക്കെയാണ് കൊടുത്തത്. 296 mm ട്വിൻ ഡിസ്ക് റോട്ടറും നിസിൻ്റെ 2 പിസ്റ്റൺ കാലിപ്പേഴ്സൊക്കെ കൊടുത്തേക്കുക. റബ്ബർ ലൈൻസ് കുഴപ്പമില്ല, എന്നാലും പോയിട്ട് അഡ്വഞ്ചർ ടൂറിങ്ങിനുള്ള വണ്ടി അതുകൊണ്ട് റബ്ബർ ലൈൻസ് ഇറ്റ്സ് ഓക്കെ. ആക്സിൽ കാലിപ്പേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു 100 സെക്ഷൻ MRFൻ്റെ കേർവ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ചിലപ്പോൾ ഐ തിങ്ക് ഷോറൂമിൽ അവർ മാറ്റിയ ടയറായിരിക്കും. ഇത് തന്നെയാണ് മാനുഫാക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് ചെറിയ ടയർ മാത്രമല്ല, ഇതൊരു ഡുവൽ പർപ്പസ് ടയർ, അത്രമാത്രം സെറ്റപ്പ് ഇല്ലാത്ത ടയർ. ഇത് റേഡിയൽ ടയറും കൂടിയല്ല. എനിക്കതാണ് മനസ്സിലാകാത്തത്. മേ ബി ഷോറൂമിൽ മാറ്റിയിട്ട ടയർ ആയിക്കോട്ടോ. ഇതാണ് ഈ സ്റ്റോക്ക് വരുന്ന ടയറെങ്കിൽ ഇത് ചേഞ്ച് ചെയ്ത് കുറച്ചൊരു ബെറ്റർ ടയർസ് ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് ടൂറിങ് ചെയ്യാൻ പറ്റുന്ന, ബെറ്റർ ബ്രേക്കിംഗ് കിട്ടുന്ന, ബെറ്റർ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്ന, ബെറ്റർ കോൺഫിഡൻസ് ഓവറോൾ കിട്ടും കേട്ടോ. ഇത് അത്രമാത്രം സെറ്റപ്പുള്ള ടയറല്ല. ഇത് 19 ഇഞ്ച് വീൽസാണ് ഫ്രണ്ടിൽ കൊടുത്തത്. ഫ്രണ്ടിൽ 19ഉം ബാക്കിൽ 17 ഇഞ്ച് വീൽസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് റോൾ ഓവർ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ വലിയ വീൽസ് കൊടുക്കുന്നത്. അതാണ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നോക്കിയാൽ ചിലതിനൊക്കെ 19 ഇഞ്ചസ് ഉണ്ടാവും. ഈ റോഡ് ബേസ്ഡ് ടൂറേഴ്സിനൊക്കെ 19 ഇഞ്ചാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഓഫ് റോഡിങ് ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിൾസ് ആണെങ്കിൽ 21 ഇഞ്ചും കൊടുക്കും കേട്ടോ. പിന്നെ എക്സോസ്റ്റ്, ഇത് ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ. ആ എക്സോസ്റ്റ് റൂട്ടിൽ അടി കൂടി പോയി കാറ്റലിറ്റിക് കൺവേർട്ടറിന് സൈഡിലൂടെ എക്സോസ്റ്റും പോയിട്ടുണ്ട്. സെറ്റപ്പ് ഉള്ളല്ലേ. പിന്നെ കണ്ടൊരു കുട്ടി റേഡിയേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ പ്രോപ്പറായിട്ട് ആ മഡ് ഗാർഡ് എക്സ്റ്റൻഷൻ വെച്ചില്ലെങ്കിൽ കണ്ട ചെളിയും കല്ലൊക്കെ അടിച്ചിട്ട് റേഡിയേറ്റർ ഡാമേജ് ആവട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ അല്ലെങ്കിൽ CB500X വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ കവളിങ്, പുതിയൊരു ഫെയറിങ് ഡിസൈനൊക്കെ കൊടുത്ത് ഹെഡ്ലൈറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. സെറ്റപ്പ് മൊത്തത്തിൽ മാറ്റി കേട്ടോ. ഓഫാക്കി വെക്കട്ടെ, ചാർജ് ചേർക്കണ്ട. ഇത് അഡ്ജസ്റ്റബിൾ ലെവേഴ്സൊക്കെയാണ് കേട്ടോ കൊടുത്തത്. കൊള്ളാം. ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ കണ്ടില്ലേ, ഒരു വലിയ യൂണിറ്റ് ആക്സൽ ടൈപ്പിന്, പക്ഷെ ഒരു വലിയൊരു മാസ്റ്റർ സിലിണ്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. പുഷ് പുൾ കേബിൾസും സെറ്റപ്പൊക്കെ കൊള്ളാം. ഇത് കുറേ നാളെ ഏകദേശം വണ്ടി ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം. ഇപ്പോഴാണ് ടൈം കിട്ടി. ഞാൻ അങ്ങനെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല. പണ്ട് മുതലേ നമ്മുടെ ബിഗ് വിങ് കൊച്ചിയിലുള്ള മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ ഈ വണ്ടി പോയി ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ, നോർമൽ സ്റ്റീൽ ഫ്രെയിമൊക്കെ തന്നെ കൊടുത്ത്, പക്ഷെ ഹൈലൈറ്റ് ഈ എഞ്ചിനാണ് കേട്ടോ. ഒരു ട്വിൻ സിലിണ്ടർ 471cc പാരലൽ ട്വിന്ന. വെറും ഒരു പാരലൽ ട്വിന്നല്ല, 180 ഡിഗ്രി ട്വിന്ന. നമ്മുടെ Yamaha R3, Ninja 400 വേഴ്സസ് 650, ER6, ഈ മോട്ടോ മോർണി 650 സീരീസിലൊക്കെ വരുന്ന അതേ തരം ഒരു 180 ഡിഗ്രി ഫയറിംഗ് മോഡലുള്ള ട്വിൻ സിലിണ്ടറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഒരു പിസ്റ്റൺ TDCയിലാണ്, ടോപ്പ് ഡെഡ് സെൻറ്റർ ആണെങ്കിൽ അടുത്ത പിസ്റ്റൺ BDCയിലേക്ക്, ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക്. അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ട്രാൻസാപ്പ് 750-ലാണെങ്കിൽ, CF മോട്ടോ 450-ലാണെങ്കിൽ ഒരു 270 ഡിഗ്രി ഫയറിംഗ് ഓർഡർ, അൺഈവൻ ഫയറിംഗ് ഓർഡർ. അതാകുമ്പോൾ കുറച്ച് ബെറ്റർ എക്സോസ്റ്റോട്ടും കിട്ടും, ബെറ്റർ ലോ എൻഡും കിട്ടും, കുറച്ചും കൂടി എന്താ പറയുക, ഇത് സ്മൂത്ത് തന്നെ. ഒരു ലോവർ RPM ഒക്കെ സ്മൂത്താണ്, പക്ഷേ ഹയർ RPM എത്തുമ്പോഴേക്ക് ഈ എഞ്ചിൻ ക്യാരക്ടർ വെച്ച് കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേട്ടോ. അത് ഓടിക്കുമ്പോൾ ഞാൻ പറയാം. മാത്രം എൻ്റെ എക്സോസ്റ്റോട്ട് തന്നെ ഏകദേശം ഒരു സിംഗിൾ സിലിണ്ടർ, കുറച്ചും കൂടി റവ് ചെയ്യണ ഒരു സിംഗിൾ സിലിണ്ടറിൻ്റെ ശബ്ദം പോലെ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം കേട്ടോ. അതല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിൻ്റെ എക്സോസ്റ്റ് തൊട്ട് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, സാധാ പോലെ ഒരു എക്സോസ്റ്റ് തൊട്ടാട്ടോ കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് തൊട്ട് ഞാൻ പിന്നെ കേൾപ്പിച്ചാട്ടോ. പിന്നെ ഇതിൻ്റെ പവർ ഫിഗർ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ട്വിൻ സിലിണ്ടർ നേരത്തെ പറഞ്ഞാൽ 471 പാരലൽ ട്വിന്ന, ഏകദേശം 47 ഹോഴ്സ് പവർ, 43 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മര്യാദക്കൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ 25 km/L ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നതാണ്. സെറ്റപ്പ് അല്ലേ. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഒരു 181 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, ടൂറിങ്ങിന് വേണ്ടിയുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് അല്ലേ. പിന്നെ റൈഡർ ഫുഡ് പേ കണ്ടില്ലേ, ഇത് നമ്മുടെ RTR 310-ലൊക്കെ വരുന്ന പോലത്തെ സിമിലർ സെറ്റപ്പാണ്. ഒരു റേസ്ഡ് ആയിട്ട്, മേ ബി ഇതിൽ നിന്ന് കണ്ടിട്ടായിരിക്കും RTR 310-ൽ അവർ ഇൻസ്പയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം ഇങ്ങനത്തെ ഒരു തരം ഫുഡ് ട്രസ്റ്റാണ് കൊടുത്തേക്കുക. അതിൻ്റെ റബ്ബർ പോർഷൻ റേസ് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ബേസ് ഫ്ലാറ്റാണ്, ഇത് ജസ്റ്റ് റേസ് ചെയ്ത് വെച്ചേക്കുക. എന്തായിരിക്കും സെറ്റപ്പ്? എനിക്ക് ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലായിട്ട്. നമ്മൾ കോർണറൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെ കോർണർ ചെയ്യാത്ത മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് മേ ബി നമ്മുടെ ഫുഡിൻ്റെ അകത്ത് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റോപ്പർ പോലെ ഒരു റേസ്ഡ് പോർഷൻ കൊടുത്തായിരിക്കും. ഇതിൻ്റെ പില്ലിയൻ ഫുഡ് പാക്ക് ഉണ്ട്, അതിനും റബ്ബർ മൗണ്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, ആ സെറ്റപ്പ് കൊള്ളാം. ഇതിൻ്റെ ഷോക്ക് ഉണ്ട്. ഇത് ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ ആട്ടോ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്.
അത് സെറ്റപ്പാണ്. 9 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് ആണെങ്കിൽ, ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ആണെങ്കിൽ, റിയർ ഷോക്ക് ആണെങ്കിൽ അധികം ട്രാവൽ ഇല്ല. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്, പക്ഷേ അധികം ട്രാവൽ. ഫ്രണ്ടിൽ 150, ബാക്കിൽ 135 mm ഓഫ് ട്രാവലേ ഉള്ളൂ. അപ്പോൾ ടൂർ ചെയ്യാൻ സമയത്ത് ബെറ്റർ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടും. പക്ഷേ എന്നാലും വലിയ കുഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അത്രമാത്രം സോക്ക് ചെയ്തെടുക്കുക, പെട്ടെന്ന് ബോട്ടം ഔട്ടായി പോയി ലിഫ്റ്റ് ഓഫ് ആയി പോവാം. പക്ഷേ വേറെ ബെനിഫിറ്റ് പറയാനുള്ളതാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഓൺ ദ സോഫ്റ്റ് സൈഡ്. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയി. പക്ഷേ വലിയ കുഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്ന. പിന്നെ ബാക്കിൽ ഡിസ്ക് റോട്ടർ നോക്കുക, 240 mm ഡിസ്ക് റോട്ടർ വിത്ത് ABS ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ABS പ്രൊവൈഡ് ചെയ്തിട്ട് ധൈര്യത്തോടെ ഫ്രണ്ട് റിയർ ഒക്കെ കയറി പിടിക്കുക. വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ആണ് കേട്ടോ. നിങ്ങൾക്ക് അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ വീൽ ലോക്കിങ് പേടിക്കേണ്ട. മാത്രമല്ല ലൈറ്റ് ഹോണ്ടയാണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിന് അറിയാലോ, ഭയങ്കര ലൈറ്റ് ക്ലച്ച് ലെവറായിരിക്കും. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ. പിന്നെ ബാക്കിൽ നോക്കൊരു 150 സെക്ഷൻ ടയറാണ് കൊടുത്തത്. ഇതും റേഡിയൽ ടയറല്ല, എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത് മാറ്റിയിട്ട ടയറാണെന്ന് പറഞ്ഞാൽ MRFൻ്റെ കേർവ് ടയർ. ഇതൊരു CBU ഉണ്ട്. ഇതിന് പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും നല്ല ടയറായിരിക്കും വന്നത്. അത് ഇപ്പോൾ ടയർ തീർന്നപ്പോൾ മാറ്റിയിട്ടതായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമൻറ്റ് ഡൗൺ ബിലോ കേട്ടോ. കാരണം ഒരു 500cc അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന് എസ്പെഷ്യലി CBU വരുവാണെങ്കിൽ, പുറത്ത് വരുവാണെങ്കിൽ നല്ല ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ബാക്കിൽ 160 എങ്കിലും സാധാരണ അവർ ഫോളോ ചെയ്യാറുണ്ട്. ഇതിൽ 150 കൊടുത്തിരിക്കുക. 100 and 150 ആണെങ്കിൽ ഈ ടയർ ചേഞ്ച്, നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയർ തീർന്നു പോകാറുണ്ട്. അപ്പോൾ ടയർ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഇത് ഓടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ്, ഈ ടയറിൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെടില്ല. കാരണം NX200 ഇതേ സിമിലർ ആയിട്ടുള്ള ടയറാണ് കൊടുത്തത്. MRF കേർവ് ടയർ. അത്രമാത്രം ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്ത ടയറാണ്. റോഡിലും ഓഫ് റോഡിലും അത്ര സെറ്റപ്പ് അല്ല. മേ ബി കുറച്ച് ചെളിയൊക്കെ വരുവാണെങ്കിൽ അത് പുഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ. ഗ്രൂസ് ഉണ്ട്, ആ ബ്ലോക്ക് പാറ്റേൺ ഉള്ളതുകൊണ്ട് കുറച്ച് പുഷ് ഔട്ട് ചെയ്യാം. പക്ഷേ അത്രമാത്രം ഫീലിങ്ങോ കോൺഫിഡൻസ് ഇൻസ്പയറിങ് ചെയ്യുന്ന ടയറില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കണ്ടില്ല ലോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ സെറ്റപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഉള്ള നമുക്ക് കുറേ സാധനം കെട്ടിവെക്കാനും പറ്റും. വേണമെങ്കിൽ ഇവിടുന്ന് ക്യാരിയർ ബിൽഡ് ചെയ്ത് ആക്സറി ക്യാരിയർ, ബാക്ക് റെസ്റ്റ് ഒക്കെ വെച്ച് പില്ലിയനൊക്കെ ഇരുത്തി പോയി കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന സെറ്റപ്പാണ് കൊടുത്തത്. സീറ്റാണ് നല്ല പാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോർഷൻ കണ്ട നാരോ ആക്കിയുണ്ട്. കാരണം എൻ്റെ സീറ്റായിട്ട് കൂടുതലായിട്ട് 830 mm സീറ്റായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് വെച്ചേക്കുക. അതുകൊണ്ട് ഇവിടെ ഈ പോർഷൻ നാരോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഷോർട്ടർ റൈഡേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വേണ്ടി ഈ പോർഷൻ കണ്ട് നാരോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ റിയർ ടെയിൽ സെക്ഷൻ ഉണ്ട്. LED ടെയിൽ ലൈറ്റ്സ്, LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്ത് അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. സിമിലർ ഒരു സാധാ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ല 6 speed ഗിയർ ബോക്സ് ഉണ്ട്. ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സ്ലിക്ക് ഗിയർ ബോക്സ് ഹോണ്ട കൊടുത്ത്. ക്വിക്ക് ഷിഫ്റ്റർ ഒന്നുമില്ല. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്, പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ ഒന്നുമില്ല. അതുപോലെ ക്രൂസ് കൺട്രോൾ, അങ്ങനെ ഇലക്ട്രോണിക് സെറ്റപ്പ് മത്താപ്പ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു ബെയർ ബോൺ റിലയബിൾ ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ഫ്രം ഹോണ്ടയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാങ്ക് കണ്ടില്ല, ഒരു വലിയ 17.5 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്കാണ്, മെറ്റൽ ടാങ്കാണ് കൊടുത്തത്. അപ്പോൾ ടാങ്ക് ബാക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പുതിയ ഡിസ്പ്ലേ ആണ് കേട്ടോ കൊടുത്തത്. പഴയ CB500Xന് എനിക്ക് ഓർമ്മയിലൊരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ നോക്കൊരു കളർ TFT ഡിസ്പ്ലേ കൊടുത്ത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മോട്ടോർ സൈക്കിളിനും ഇതാ കൊടുക്കുന്നത്. ഇത് കുറേ എണ്ണം കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം അടിച്ച് കയറ്റി വെച്ചേക്കും കേട്ടോ. പിന്നെ കണ്ടോ ട്രാക്ഷന് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്കി പിടിച്ചാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാൻ പറ്റും. ഒന്നും കൂടി നെക്കി പിടിച്ചാൽ ഓൺ ആക്കാൻ പറ്റും കേട്ടോ. അത് കൊള്ളാമല്ലേ. ഇതിന് വരെ ABS കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയതിന്. പക്ഷേ ഇതങ്ങനെ ഓഫ് റോഡ് ഓടിക്കേണ്ട മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ഇൻ കേസ് ഒന്ന് ജസ്റ്റ് റിയറെങ്കിലും ഓഫ് ആക്കണ ഒരു ഓപ്ഷൻ കൊടുക്കാമായിരുന്നു. ഈ റൈഡിങ് മോഡ് ഉണ്ടോ? ഇതിൻ്റെ സാധനം ഉപയോഗിക്കാനേ ഇത് കുറച്ച് ടാസ്ക്കാണ്. എനിക്കിഷ്ടമല്ല ഇതിൻ്റെ ഈ സെറ്റപ്പ് ഉപയോഗിക്കാൻ കേട്ടോ. ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഹോൺ തലയിരിച്ചാൽ കൊടുത്തേക്ക്. എപ്പോഴും എൻ്റെ മാറിപ്പോയി. ഹോൺ അവിടെ ഉണ്ടോ എൻ്റെ ഹോണ. പക്ഷേ ഇൻഡിക്കേറ്റർ ഹോൺ തലയിരിച്ചാൽ വെച്ചേക്കുന്നത്. പാസ് സ്വിച്ച് ഉണ്ട്, പാസ് ബൈ സ്വിച്ച് ഉണ്ട്. അതൊക്കെ കൊള്ളാം. ഇതിൻ്റെ കട ഓവർ 1 year ആയിട്ട് അബ്യൂസ് ചെയ്ത മോട്ടോർ സൈക്കിളുണ്ട്. ഇത് ടെസ്റ്റ് റൈഡ് മോട്ടോർ സൈക്കിൾ. അപ്പോൾ അറിയാമല്ലോ, കുറച്ച് പേരൊക്കെ അബ്യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ. എന്നിട്ടും കുഴപ്പമില്ല, കുറച്ചൊരു കളർ ഫീഡ് വെച്ചിട്ടുണ്ട്. ആ പുറത്ത് വെയിലത്തൊക്കെ വെച്ചിട്ട് എക്സ്പോസ്ഡ് എലിമെൻറ്റ്സ് ആയതുകൊണ്ട് കുറച്ചൊരു കളർ ഫീഡൊക്കെ വന്നിട്ട്. പക്ഷേ സ്റ്റിൽ പ്രെറ്റി ഗുഡ് ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഡീസൻ്റ് ആകും. ചെറിയൊരു ഫീഡ് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ റിലേറ്റീവ്ലി ഗുഡാണ്. ഇതുവരെ അങ്ങനെ വൈബ്രേഷൻ, അങ്ങനെ ബോഡി പാൽ റാറ്റ്ലിംഗ് ആയിട്ടുള്ള പ്രശ്നമൊന്നും ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് USB ചാർജറും കൂടി കൊടുത്തില്ല. അതൊക്കെ എക്സ്ട്രാ ആക്സറി ചെയ്യാന്നുണ്ട്. അതിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്, സാധനം വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് നാവിഗേഷനൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ നാവിഗേഷൻ, ആ ഫോൺ മൗണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു മൗണ്ടും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ വിൻഷീൽഡ് കണ്ടില്ലേ, ഇത് അത്ര സെറ്റപ്പുള്ള വിൻഷീൽഡ് അല്ലെന്ന് തോന്നാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി ടോളം വിൻഷീൽഡ് വെച്ചാൽ ബെറ്റർ ഫോർ ഹൈവേ ടൂറിങ്. അല്ലെങ്കിൽ ഈ വിൻഷീൽഡ് റിമൂവ് ചെയ്ത് മറ്റേ അല്ലെങ്കിൽ ലോവർ ആയിട്ടുള്ള എന്തെങ്കിലും വിൻഷീൽഡ് വെച്ചാൽ സിറ്റിയിൽ ബെറ്ററാണ്. അതാ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഹോണ്ട ഇങ്ങനത്തെ ഒരു വിൻഷീൽഡ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് റൈഡിങ് സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ ഈ ഫോർക്ക് കണ്ടില്ലേ, ഇത് ഷോവയുടെ SFF BP ആണോ. സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫോർക്കാണ്, ബിഗ് പിസ്റ്റൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ ചെയ്യുക, റൈറ്റ് സൈഡ് റീബൗണ്ട് ചെയ്യുക, അങ്ങനെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഫോർക്കിനെ പറയാം. മാത്രമല്ല ഇതിൽ ബിഗ് പിസ്റ്റൺ ഉപയോഗിക്കുക, അതുകൊണ്ട് ആ BP കൊടുത്തിരിക്കുന്നത് കേട്ടോ. സെറ്റപ്പാണ്. ഒരു ആവറേജ് ആയിട്ടുള്ള എല്ലാ അഡ്വഞ്ചർ ടൂറിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിനൊക്കെ ഈ ഷോവയുടെ ഫോർക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നത്. റിലയബിൾ ആണ്, സോഫ്റ്റ് ആണ്, മാത്രമല്ല അത്രമാത്രം അതിൻ്റെ സീൽസിന് അത്രമാത്രം കോസ്റ്റ് വരില്ല. അതാണ് ഒരു ഹൈലൈറ്റ് കേട്ടോ. ഒന്ന് ഇരുന്നും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ സീറ്റായിട്ട് വരുന്ന 830 mm, ഞാൻ 5'8" ആണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടി ആട്ടോ. വേണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കണ്ട കാലിങ്ങനെ എഫേർട്ട് കൊടുത്തു വെക്കുവാണെങ്കിൽ റൈഡിങ് ബൂട്ട്സ് ഇട്ട സീനില്ല കണ്ട ഈസിലി എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഈസിലി ആയിട്ട് ഒന്ന് വിചാരിക്കണം. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് അതാണ്. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് നോക്ക്, അപ്രൈറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, ഒരു പൊടിക്ക് ഫ്രണ്ടിലോട്ട് ലീനാണ്, ഇനഫ് ഓഫ് വൈഡ് ഹാൻഡ് ബാസ് ആണ്, സെറ്റപ്പ് കൊള്ളാം കേട്ടോ, കൊള്ളാം, പെർഫെക്റ്റ് ആണ്. സീറ്റ് ആണെങ്കിൽ ആവശ്യം സിറ്റി യൂസിനൊക്കെ ആണെങ്കിൽ ഇത് ഷോർട്ട് റൈഡ്സിനൊന്നും യാതൊരു പ്രശ്നമില്ല. ലോങ് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് പണി കിട്ടാം കേട്ടോ, കുറച്ചൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. അതും റൈഡ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് എക്സോസ്റ്റ് കൊണ്ടൊന്നും കേൾപ്പിച്ചല്ല. അതുകൊണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എല്ലാം മാറ്റാപ്പോഴും സ്മൂത്തായിട്ടുള്ള ഗിയറാണ്, സ്മൂത്ത് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. വൺ ടച്ച് സ്റ്റാർട്ടില്ല. അഡ്ജസ്റ്റബിൾ ലെവേഴ്സാണ്, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലെവറാണ് കേട്ടോ, ക്ലച്ച് ലെവർ അഡ്ജസ്റ്റബിൾ അല്ല. എൻജിന് ഹെഡ് നോയ്സ് ഇല്ല, ചെറിയ എന്തെങ്കിലും ഇല്ല. ആ കോൾ സ്റ്റാർട്ടാണ്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ 270 ഫയറിംഗ് കോട്ടൻ്റെ ആ ബെർബിൾസ്, ആ അഗ്രഷൻ ഒന്നുമില്ല, സ്മൂത്ത്നെസ് ആണ്. അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ടെസ്റ്റ് ഡ്രൈവ് മോട്ടോർസൊക്കെ ചെറിയ പാർട്സൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ പ്രെറ്റി ഗുഡ് കേട്ടോ. ഹോണ്ട സ്പെഷ്യാലിറ്റി അറിയില്ല, സ്മൂത്ത് ആയിരിക്കും, റിഫൈൻഡ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. എല്ലാ ബോക്സും ടിക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ കൊടുത്തത്. ഇതിൻ്റെ പ്രൈസ് വരുന്ന 5.9 lakhs. ഷോറൂം കൊച്ചിയാണ്. ഓൺ റോഡ് 7.6 lakhs എത്തും. ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? നമുക്ക് റൈഡ് പോയിട്ട് വരാം. സോ നമ്മൾ NX 200 റോഡിൽ ഇറക്കിയുണ്ട്. ഇതിന് ഇൻഡിക്കേറ്റർ ആ ഹോൺ തലയിരിച്ച് വെക്കുക, അതാണ് ബേസിക്. ചെറിയ ഹോണ്ടൊക്കെ ഒന്നും പ്രശ്നമില്ല. ഈ വലിയ ഹോണ്ടകളാകുമ്പോഴേക്കും ബിഗർ CC ഹോണ്ടാസൊക്കെ ആകുമ്പോൾ ഹോണ്ടൊക്കെ തലതിരിഞ്ഞു പോകും. അതെന്തിനാണല്ലേ, അതെന്താ സെറ്റപ്പ് എന്ന് മനസ്സിലാവില്ല. ബ്രേക്സ് മാരക ബ്രേക്കാണ്ടാ. ഫ്രണ്ടിൽ ആ 296 mm ഡിസ്ക് റോട്ടേഴ്സാണ്, ട്വിൻ ഡിസ്ക് റോട്ടേഴ്സാണ് കൊടുത്താൽ. പണ്ട് CB500 ഞാൻ പറഞ്ഞത് ബ്രേക്ക് കുറവാണ്, ബ്രേക്ക് അത്ര സെറ്റപ്പ് ബ്രേക്കില്ല. ടൂറിംഗ് ആണ്, നല്ല വണ്ടിയായിരുന്നു, നല്ല വണ്ടി, സെറ്റപ്പ് വണ്ടിയൊക്കെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാട്ടോ. പക്ഷെ അതിന് അത്രമാത്രം ബ്രേക്കിംഗ് ആണല്ലോ. ഇപ്പോൾ ട്വിൻ ഡിസ്ക് റോട്ടർ കൊടുത്ത് നോക്കണേ, വെയിറ്റ് കൂടുമോ? പക്ഷേ ആ ചെറിയൊരു വെയിറ്റുള്ള വണ്ടിയുടെ ഫീലിംഗ് ഉണ്ട് കേട്ടോ. അത്ര എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല, ചെറിയത് നീങ്ങുമ്പോൾ ഒരു വെയിറ്റുള്ള വണ്ടിയുടെ ഫീലിംഗ് ഉണ്ട്. മേ ബി ദ ടയേഴ്സ്, കുറച്ചൊരു ബെറ്റർ ടയേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കാം. ലൈറ്റ് ക്ലച്ച്, പറക്കോട്ടാ. ഇതൊരു പാരലൽ ട്വിൻ എഞ്ചിനാണ് കേട്ടോ. 471cc അല്ലേ, 471cc, 47 horse power, 43 Nm ഓഫ് ടോർക്ക്. ഇതിൻ്റെ കോമ്പറ്റീവ് സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള അഡ്വഞ്ചർ 390-യെക്കാട്ടിയും ഹിമാലയൻ 450-യെക്കാട്ടിയും CF മോട്ടോർ വരാൻ പോകുന്ന 450 MT അതിനെല്ലാത്തിനെക്കാട്ടിയും പവർ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. ബട്ടറി സ്മൂത്താണ്. ഇത് 180 ഡിഗ്രി ട്വിന്നാണ്. നമ്മുടെ R3, നിഞ്ച 400 വേഴ്സസ് അതൊക്കെ പോലെ തന്നെ സിമിലർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അതിൻ്റെ കോൺഫിഗറേഷനാണ് പറയുന്നത്. 180 ഡിഗ്രി ട്വിന്നാണ്. എന്നാൽ ഒരു പിസ്റ്റൺ TDC എത്തുമ്പോൾ മറ്റേ പിസ്റ്റൺ BDCയിലായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും, അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നല്ല സ്മൂത്ത് ത്രോട്ടിൽ റെസ്പോൺസാണ്. കുറച്ചൊന്ന് ഹയർ RPM എത്തുമ്പോഴേക്കും ഒരു വൈബ്രേഷൻ വരും കേട്ടോ. ആ എഞ്ചിൻ്റെ ആ കോൺഫിഗറേഷൻ ഉള്ള ഫയറിംഗ് ഓർഡറുള്ള വണ്ടികളുടെ സെറ്റപ്പാണ്. സസ്പെൻഷൻ കൊള്ളാട്ടോ, നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്. നമ്മുടെ റോഡ് കണ്ടില്ലേ, ആ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ സുഖമായിട്ട് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കുക. ടയേഴ്സ് ഡീസൻ്റാണ്, കുഴപ്പമില്ല. ടൂറിങ്ങിനാണെങ്കിൽ ഹൈവേ ടൂറിങ്, കമ്മ്യൂട്ടിങ്ങിന് യാതൊരു പ്രശ്നമില്ല. കൊള്ളാട്ടോ. വെരി സോഫ്റ്റ് സസ്പെൻഷനാണ്. മാത്രം ഫ്രണ്ട് നല്ല ബ്രേക്കാണ്, മാരക ബ്രേക്കാണ്. ഞാൻ കണ്ട ഹോൺ തപ്പിക്കൊണ്ടിരിക്കും. എവിടെ ഹോൺ, എന്ത് ഹോണൊക്കെ ഇതൊക്കെ. ഇവിടെ ആ സ്വിച്ച് ഗിയർ ഒന്ന് റീഡിസൈൻ ചെയ്യണം. ചിലപ്പോൾ ഹോണ്ട മോട്ടോർ സൈക്കിൾ യൂസ് ടു ആയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു വേറെ മോട്ടോർ സൈക്കിളിൽ നിന്ന് വന്നിട്ട് ഇത് ഓടിക്കുമ്പോൾ ഇത് കുറച്ചൊരു ടാസ്ക്കാണ്. നോക്കട്ടെ, സാധാരണ ഈ 180 ഡിഗ്രി ട്വിൻസിന് ചെറിയൊരു വൈബ്രേഷൻ ബിൽഡപ്പ് ചെയ്യും കുറച്ചൊന്ന് RPM കയറുമ്പോഴേക്കും.
ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് സെറ്റപ്പ് ബ്രേക്കാണ്. എനിക്ക് ബ്രേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ടൂറാണ് ഇത്. അടിപൊളി ടൂർ. നല്ല ബ്രേക്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ആക്സലറേഷൻ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ ദ ഡ്യൂക്ക്. ഇത് അഡ്വഞ്ചർ 390നെക്കാട്ടി ഫാസ്റ്ററാണ്. സെറ്റപ്പാണ്. ഹിമാലയൻ 450നെക്കാട്ടി ഫാസ്റ്ററാണ്. നല്ല ടോപ്പ് എൻഡും ഉണ്ട്. ടോപ്പ് എൻഡ് ഐ തിങ്ക് അറൗണ്ട് 180 ഒക്കെ ടോപ്പ് എൻഡ് അടിക്കും കേട്ടോ. പിന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻറ്റും കൂടിയാണ്. നമ്മൾ ഈ നട്ടുച്ച വെയിലത്ത് ഓടിച്ചുകൊണ്ടിരിക്കുക. അധികം ഹീറ്റിംഗ് വേണം. നല്ല ഹീറ്റ് മാനേജ്മെൻറ്റ്. നമ്മുടെ KTM 390 നോക്കിയാൽ, ഹിമാലയൻ 450 നോക്കിയാൽ, CM മോട്ടോക്ക് അധികം ഹീറ്റ് ചെയ്യില്ല. പക്ഷേ ബാക്കി രണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ചൊരു ഇതിന് നല്ല ഹീറ്റ് മാനേജ്മെൻറ്റാണ്. ഹീറ്റിംഗ് ഇല്ല. അപ്പോൾ നമ്മുടെ ട്രാഫിക്കിൽ ഓടിച്ചാൽ വലിയ രീതിയിൽ ഹീറ്റ് അടിക്കുന്നില്ല. അത് നല്ല സെറ്റപ്പാണ് കേട്ടോ. ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഒരു തുള്ളി ഹീറ്റിംഗ് ഇല്ല. പഴം പോലത്തെ ക്ലച്ച് ലെവർ. വേറെ ഇലക്ട്രോണിക്സ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ അഡ്വഞ്ചർ 390 കാണുന്ന പോലെ ക്രൂസ് കൺട്രോളോ അതൊക്കെ കൊടുക്കുക. ഒരു ക്വിക്ക് ഷിഫ്റ്ററും ക്രൂസ് കൺട്രോളും കൂടി കൊടുത്തിരുന്നെങ്കിൽ അടിപൊളി ടൂറായിരുന്നു. ഇപ്പം ടൂറാണ്. നല്ല സെറ്റപ്പ്. ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ് ഹോണ്ടയുടെ. കണ്ടിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം. കൈ കൊടുത്ത ഫ്രം ദ 5th ഗിയർ ഫുള്ള് കണ്ടില്ലേ. കൊള്ളാം. ഓ നല്ല ആക്സലേഷൻ ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഇത്രയും സൈസുള്ള വണ്ടിയെ വൈഡ് ഹാൻഡ് ബാസൊക്കെ നല്ല കംഫർട്ടബിൾ എർഗണോമിക്സാണ്. നമ്മൾ വിചാരിക്കില്ല ഇത്ര ആക്സലേഷൻ ഉണ്ടെന്ന്. കാണുമ്പോൾ ഒരു കുട്ടി വണ്ടിയെ പോലെ അല്ലേ. പക്ഷെ എവിടെ ഗ്യാപ്പ് ഉണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കംഫർട്ടബിളി. സീറ്റ് കുഴപ്പമില്ല കേട്ടോ. ആവശ്യത്തിനുള്ള പാഡിങ് ഉള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഷോർട്ടർ റൈഡ്സ് കുഴപ്പമില്ല. ഒന്ന് ലോങ് കുറച്ചൊന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സസ്പെൻഷൻ നോക്കട്ടെ. ഇവിടുത്തെ അറിയാലോ പൊട്ടിപ്പൊളിഞ്ഞ പാലമാണ്. കൊള്ളാം. സസ്പെൻഷൻ ടു സോഫ്റ്റാണ് കേട്ടോ. ടു സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഹാൻഡ്ലിങ്ങിനെ ബാധിക്കും. പിന്നെ ഇതങ്ങനെ അത്രമാത്രം അക്രമം കാണിക്കേണ്ട വണ്ടിയല്ല. പക്ഷെ എന്നാലും അതെ ട്വിസ്റ്റീസിലൊക്കെ കൊണ്ടുപോയി ഓടിച്ചാൽ കറക്റ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ ഇതിൻ്റെ നേച്ചർ ഓഫ് ദ സസ്പെൻഷൻ. പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ റോഡിൽ ടൂർ ചെയ്യാം. ഫ്രം പോയിന്റ് A to point B ലോങ് ഡിസ്റ്റൻസ് ഇങ്ങനത്തെ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ ഹൈവേയിലൊക്കെ ഓടിക്കുക നല്ലതാണ്. പണ്ടത്തെ CB500 എന്ന് പറഞ്ഞാൽ സാധാ ഫോർക്സാണ്. കൺവെൻഷനൽ ആയിട്ട് ടെലിസ്കോപ്പിക് ഫോർക്കായിരുന്നു. ഇതിന് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തത്. പക്ഷെ അധികം ട്രാവലും ഇല്ല. സോഫ്റ്റ് സസ്പെൻഷനും അതിൻ്റെ ഒപ്പം തന്നെ അധികം ട്രാവലില്ലാത്ത സസ്പെൻഷൻ. ഫ്രണ്ടിൽ 150, ബാക്കിൽ 140, 135 millimeters ഓഫ് ട്രാവലേ ഉള്ളൂ. അപ്പോൾ ട്രാവൽ കുറഞ്ഞുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ബമ്പ് ഹിറ്റ് ചെയ്ത് ആ സോഫ്റ്റും കൂടി പെട്ടെന്ന് ബോട്ടം ഔട്ടായി പോകും. ടൂറിങ്ങിന് നല്ല ഓഫ് റോഡ്. ഇതൊരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിളല്ല. മെയിൻലി 95% ഫോർ ദ റോഡ്. ഒരു 5% പൊട്ടിപ്പൊളിഞ്ഞ ട്രെയിലൊക്കെ ഓടിക്കാൻ സെറ്റപ്പാണ്. അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. റീവാലുവിങ് ഒക്കെ ചെയ്യേണ്ടി വരും. സെറ്റാക്കി എടുക്കാൻ പറ്റുമോ? ഞാൻ വായിച്ചിട്ടുണ്ട് എവിടെയോ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളാട്ടോ. എന്താ ഹോണും ഇൻഡിക്കേറ്ററും മാറിപ്പോവും. കൊള്ളാട്ടോ. ഈ വിൻഷീൽഡും കൊള്ളാം. നല്ല വിൻ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറുതായിട്ട് എൻ്റെ ഹെൽമെറ്റിലൊരു ടെർബുലൻസ് കേട്ടോ. ഈ കറക്റ്റ് ഇവിടെ ഇത്രയും ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ അബവ് ദ ഹെൽമെറ്റിൽ ചെറുതായി കാറ്റ് പിടിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ത്രൂ ദ ഹെൽമെറ്റ് വേണം. എൻ്റെ ഹെൽമെറ്റ് ചില പോർഷൻ പ്രൊട്ടക്റ്റഡാണ്. അതിൻ്റെ കുറച്ച് മുകളിലോട്ട് അത്രയും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തില്ല. അപ്പോൾ തലക്കൊരു പിടുത്തം വരുന്നത്. ഹെൽമെറ്റിലേക്കൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക കണ്ട. അതാണ്. അപ്പോൾ ഇത് മാറ്റി ഒരു ആഫ്റ്റർ മാർക്കറ്റ് കുറച്ച് ടോള് വിൻസ്ക്രീൻ വെച്ചാൽ ആ പ്രശ്നവും മാറുന്ന കേട്ടോ. സസ്പെൻഷൻ കൊള്ളാം. എണീച്ചൊന്ന് ഓടിക്കാൻ അടിപൊളിയാട്ടോ. ചാടിയൊക്കെ പോവാം കണ്ട. ഇങ്ങനെ നിന്ന് ഓടിക്കുക നോക്ക്. അടിപൊളിയായിട്ട്. ഞാൻ 5'8" ആണ്. എനിക്ക് പറ്റിയൊരു എർഗണോമിക്സിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാം. അപ്പോൾ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസിന് ഇഷ്ടപ്പെടും ഈ വണ്ടി ഓടിക്കാൻ. ബ്രേക്സും നല്ല സെറ്റപ്പാണ് കണ്ട. പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ചില്ല് ചെയ്ത് ഓടിക്കാം. മിറേഴ്സൊക്കെ ചാത്തൻ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ടെസ്റ്റ് കണ്ട. വണ്ടികൾ വന്ന് നിർത്തുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ വന്ന് നിർക്കാം. റൈറ്റ് ഫുട്ട് ഓൺ ദ ബ്രേക്ക്. അപ്പോൾ നമുക്ക് കൈ കണ്ട നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫ്രീ ആണ്. ക്ലച്ച് പിടിച്ചു. ഇത് ഈ ടെക്നിക്ക് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് നോക്കുവാണ് കേട്ടോ. ഇൻ കേസ് പുറകുന്ന ഒരാൾ ഈ റെഡ് ലൈറ്റ് കാണാണ്ട് പറന്ന് വരുവാണെങ്കിൽ നമുക്ക് റിലീസ് ചെയ്ത് പോകാൻ വേണ്ടി ഈ ടെക്നിക്ക് വരുന്നത്. ഇപ്പോൾ കുറച്ചൊരു സ്റ്റോപ്പിംഗ് ടൈം ഉണ്ടല്ലോ. ബാക്കിൽ വണ്ടികൾ വന്ന് ഫില്ലായി സേഫ് കടാ. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം. പെട്ടെന്ന് ഗ്രീനായി അപ്പം തന്നെ എടുത്തുകൊണ്ട് പോവാം.
ഓ 6th ഗിയർ 4000 RPM നോക്ക് 85. അപ്പം നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും കേട്ടോ. മര്യാദക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് 25 കിലോമീറ്റേഴ്സിലിട്ട് ഫ്യൂൽ എക്കോണമി കിട്ടും. പക്ഷെ ഹൈവേയിൽ ഓടിക്കാൻ കണ്ട എൻ്റെ ഹെൽമെറ്റിൽ ഇപ്പോൾ കറക്റ്റ് കാറ്റ് പിടിക്കുന്നുണ്ട്. കണ്ട ഒരു സർട്ടൻ പോർഷൻസ് ഓഫ് ദ ഹെൽമെറ്റിൽ കാറ്റ് പിടിക്കുന്നുണ്ട്. കണ്ട കുറച്ച് ഞാൻ ഒന്ന് ടക്കിൻ ചെയ്തപ്പോഴേക്കും സെറ്റപ്പായി. ഒരു ടോള് വിൻഷീൽഡ് വെക്കണം. കണ്ട ഇവിടെ ഞാൻ ഒരാളെ അലേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ. ഹോണ്ട അത് മാറ്റി യൂണിവേഴ്സലാക്കി വെച്ചാൽ അത് മാറ്റേണ്ട ആവശ്യമുണ്ട്. എന്ത് ബെനിഫിറ്റാണ് ഇത് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഞാൻ എപ്പോഴും പോകുന്ന നോർമൽ പൊസിഷനിലോട്ടാണ്. ഈ 6th ഗിയർ കണ്ടില്ലേ, ഇത് ഭയങ്കര ടോൾ ഗിയറിംഗ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എഫേർട്ട്ലെസ്ലി ഇങ്ങനെ 6th ഗിയറിൽ പോവാം. മാത്രം ലോ ഡൗൺ ടോർക്ക്, ആ 43 Nm ഓഫ് ടോർക്ക് ഉണ്ട്. അത് കുറച്ച് ഏർലി ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അധികം റെവ് ചെയ്യേണ്ട. പക്ഷെ കുറച്ച് ഗിയർ ഡൗൺ ഒക്കെ ചെയ്യണം കേട്ടോ വണ്ടി. 3rd ഗിയറിലിട്ടൊക്കെ ഓടിക്കാൻ പറ്റുമോ? 3rd ഗിയറിലിട്ട് അറ്റ് ലോവർ സ്പീഡ് ഓടിക്കാം കേട്ടോ. 4th ഗിയർ ഇട്ട് ഓടിക്കാൻ പറ്റുമോ? 4th ഗിയറിലും വലിയ സീനിലിട്ടാ. 4th ഗിയർ അറ്റ് ലോവർ സ്പീഡ്സ് ഇട്ട് ഓടിക്കാം. അങ്ങനെ ലോ RPM അസിസ്റ്റ് ഒന്നുമില്ല. പക്ഷെ എന്നാലും 5th ഗിയർ ഇട്ട് ഓടിക്കാൻ പറ്റുമോ? 5th ഗിയർ ഇട്ട് ഓടിക്കാട്ടോ, കുഴപ്പമില്ല. ഇനഫ് ഓഫ് ലോ ഡൗൺ ടോർക്ക് ഉണ്ട് കേട്ടോ വണ്ടിയിൽ. കണ്ട ലോവർ സ്പീഡ്സിലിട്ട് ഓടിക്കാട്ടോ. അവിടുന്ന് കൈ കൊടുത്ത് അവിടുന്ന് പുള്ളി ചെയ്ത് കയറും. ഗുഡ്. വെരി ഇംപ്രസീവ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. എവറി ഡേ യൂസ്. അങ്ങനെ എക്സലൻ്റ് ആയിട്ട് എല്ലാ കാര്യത്തും എക്സൽ ചെയ്യുന്ന മോട്ടോർ സൈക്കിളല്ല. പക്ഷേ ടൂറിങ്ങിന് എവറി ഡേ കമ്മ്യൂട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളാണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വിത്ത് പില്ലിനൊക്കെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒരു കപ്പിൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഗുഡ് മോട്ടോർ സൈക്കിൾ. ഇറ്റ്സ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ. ഭയങ്കര സ്മൂത്താണ്, റിഫൈൻഡാണ്. അങ്ങനെ വൈബ്രേഷൻ ഒന്നുമില്ല. കുറച്ചൊരു RPM കയറുമ്പോഴേക്ക് ആ 180 ഡിഗ്രി ട്വിൻ്റെ കുറച്ചൊരു വൈബ്രേഷൻ വരും കേട്ടോ. അത് നാച്ചുറലാണ്. എന്നാലും നത്തിങ് ടു ഡിസ്റ്റർബിങ്. നിങ്ങളുടെ ഹാൻഡിൽ ബാസിൽ, ഫുഡ് പാക്കിൽ, പിന്നെ ഈ ടാങ്കിൻ്റെ ചെറിയ പോർഷനിൽ മൈന്യൂട്ട് വൈബ്രേഷൻസ് വരും. അതല്ലാണ്ട് യാതൊരു സീനും ഇല്ല. കണ്ടോ കുറച്ചൊന്ന് RPM കയറ്റുമ്പോഴേക്കും വൈബ്രേഷൻ വരും. ഹയർ RPM കണ്ട 8000 RPM ഒക്കെ എത്തുമ്പോഴേക്കും വരും. പക്ഷെ അങ്ങനെ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കേണ്ട ഒരു മോട്ടോർ സൈക്കിളല്ല. ഐ തിങ്ക് അറൗണ്ട് 5000 RPM 100ൽ നിങ്ങൾക്ക് ഈസിലി ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. കൊള്ളാം അല്ലേ? ഇതൊക്കെ കലക്കി. വേറെ ഇലക്ട്രോണിക്സ് അല്ല, കുറച്ചും കൂടി ഇലക്ട്രോണിക്സ് കൊടുക്കാമായിരുന്നു. അറ്റ് ദാറ്റ് പ്രൈസ് കേട്ടോ. ഇത് പ്രൈസ് കൂടുതലാണല്ലോ. സാധാരണ വില കുറഞ്ഞ വണ്ടിയൊന്നുമല്ല. 5.9 lakhs ഷോറൂം വരുന്ന മോട്ടോർ സൈക്കിൾ ഏകദേശം 7.6 lakhs ഓൺ റോഡ് വരും. അതിന് കുറച്ച് ഇലക്ട്രോണിക്സ് കൊടുക്കാമായിരുന്നു ഇൻ മൈ ഒപ്പീനിയൻ. അവിടെ കൈവിട്ടോ. സ്റ്റെബിലിറ്റി ചെക്ക് നോക്ക്, സ്റ്റേബിളാണ് കേട്ടോ. ചെറിയൊരു റൈറ്റ് സൈഡ് പുള്ളിങ് ഉണ്ടോ? ഇല്ല, വലിയ ടാസ്ക് ഒന്നുമില്ല. ഒരു മൈന്യൂട്ട് റൈറ്റ് സൈഡ് പുള്ളിങ് ഉണ്ട്. പക്ഷെ അതർ ദാൻ ദാറ്റ് നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഗിയർ ഡൗൺ ചെക്ക് അടിപൊളി കേട്ടോ. ഹോണ്ടയുടെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചസ് സെറ്റപ്പാണ്. അടിപൊളി. ബ്രില്യൻ്റ്ലി റവ് മാച്ച് ഞാനാ ചെയ്ത്. പക്ഷെ എന്നാലും ആ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊണ്ട് ഇത്ര അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നുമില്ല. ക്ലച്ചും ലൈറ്ററായി. അതാണ് അസിസ്റ്റ് ക്ലച്ചിൻ്റെ പ്രത്യേകത കേട്ടോ. സെറ്റപ്പ് ഉണ്ടോ വണ്ടി? കൊള്ളാം. അതൊക്കെ കൊള്ളാം. ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോകാനാണെങ്കിലോ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ച് ഇറ്റ്സ് ഗുഡ്. പക്ഷെ എനിക്ക് ശരിക്കും ഈ വണ്ടിയിൽ സാധാരണ അഡ്വഞ്ചർ ടൂറിസിൽ അവർ ബ്രേക്ക് ഇത്ര സെറ്റപ്പ് കൊടുക്കാറില്ല. CB500Xൻ്റെ പ്രശ്നം അതാണ്. എനിക്ക് അത്രമാത്രം ബ്രേക്കിംഗ് എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹിമാലയൻ്റെ ആണെങ്കിൽ ബ്രേക്കിംഗ് ഈസ് ഗുഡ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ബ്രേക്സ് ആണ് കൊടുക്കേണ്ടത്. ഇതാണ് ബെഞ്ച് മാർക്ക്. ആ ട്വിൻ ഡിസ്ക് റോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം സിംഗിൾ ഡിസ്ക് കൊടുക്കാൻ കാണുന്ന ഹാൻഡിൽ ഫ്രണ്ടിൽ അത്ര റൊട്ടേറ്റിംഗ് ആയിട്ട് വെയിറ്റ് കൊടുക്കാൻ അൺസ്പ്രങ് മാസ് കൂടും. റൊട്ടേഷൻ ഫോഴ്സസ് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ്ലിങ്ങിന് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഫോർ ആൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇതങ്ങനെ ആരും ഡേർട്ട് എടുത്ത് ഓടിക്കാൻ അങ്ങനെ അത്രമാത്രം കോർണറിങ് ഒന്നും ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് സോ. ചിലവരൊക്കെ ചെയ്യുമായിരിക്കാം, പറയാൻ പറ്റില്ല. ഈ വണ്ടി നമുക്ക് ട്രാക്കിൽ കിട്ടിയ പണ്ട് വേഴ്സസ് ഒക്കെ കിട്ടി. ഞാൻ BICയിൽ ഓടിച്ചിട്ട് മുട്ടും തലയൊക്കെ കുറച്ച് പോയിട്ടുണ്ട് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ 19 ബാക്കിൽ 17 ഇഞ്ച് വീൽസ് ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ അത്രമാത്രം ഫീലിംഗ് ഇല്ല. ഈ വേഴ്സസിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ബോത്ത് 17 ഇഞ്ച് വീൽസ് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ അത് നമുക്ക് വേണ്ടി ട്രാക്ക് ഓടിക്കാനാണെങ്കിൽ കോർണറിങ് ചെയ്യാനാണെങ്കിൽ ബെറ്റർ ഫ്രണ്ട് ആൻഡ് ഫീഡ്ബാക്ക് കിട്ടും. ഇതിന് അത്രമാത്രം ഫ്രണ്ട് ആൻഡ് ഫീഡ്ബാക്ക് ഇല്ല. സോഫ്റ്റ് സസ്പെൻഷനാണ്. മാത്രം ഫ്രണ്ടിൽ 19 സെക്ഷൻ വീൽസാണ് കൊടുത്തേക്കുന്നത്. 19 ഇഞ്ച് വീൽസുമാണ് കൊടുത്തേക്കുന്നത്. അത്ര ഒരു ഡുവൽ പേർപ്പസ് ടയറുമാണ് കൊടുത്തേക്കുന്നത്. കുഴപ്പമില്ല. നമ്മൾ ഇത്ര നേരം വണ്ടി ഓടിച്ചോണ്ട് യാതൊരു ഹീറ്റിംഗ് ഇല്ല. അത് ശരിക്കും സെറ്റപ്പാണ് കേട്ടോ. പിന്നെ മാത്രമല്ല വലിയ ഫ്യൂൾ ടാങ്കാണ് കൊടുത്തേക്കുന്നത്. 17.5 ലിറ്റർ ഫ്യൂൾ ടാങ്കാണ്. സെറ്റപ്പാണ് കേട്ടോ. നല്ല റേഞ്ച്. അപ്പോൾ ഏകദേശം മര്യാദക്കൊക്കെ ഓടിച്ചാൽ 25 കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൾ എക്കോണമി കിട്ടും.
എന്നാണ് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് യൂഷ്വലി ഹോണ്ട ട്വിൻ സിലിണ്ടേഴ്സ് ആണെങ്കിലും അവിടെ മോട്ടോർ സൈക്കിൾ കുറച്ച് ബിഗർ മോട്ടോർ സൈക്കിൾ ഡീസൻറ്റ് ഫ്യൂൽ എക്കോണമി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൊള്ളാം. ഇതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോകാനാണെങ്കിലും വലിയ ടാസ്കില്ല. ആ ലൈറ്റ് ക്ലച്ച് ആയതുകൊണ്ട് പഴം പോലും ഓടിച്ചിടക്കാം. കൊള്ളാം കേട്ടോ. ലെയിൻ ഫിൽറ്ററിങ് ചെയ്യാനാണെങ്കിലും സെറ്റപ്പാണ്. അത്ര ഒരു ബിഗർ ബൈക്ക് ഫീൽ ഒന്നുമല്ല കേട്ടോ. ഒരു കുട്ടി വണ്ടിയുടെ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച കുറച്ച് വെയിറ്റ് ആയിരുന്നു. എനിക്ക് ആ ടയേഴ്സ് യൂസ് ടു അല്ല. നമ്മൾ നേരത്തെ നേക്കഡ് മോട്ടോർ സൈക്കിളിൽ നിന്ന് പെട്ടെന്നൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ചെറിയൊരു വെയിറ്റ്നെസ് ഫീൽ ചെയ്യല്ല. നമ്മൾ ആ റേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഷാർപ്പ് റേക്കല്ല. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എത്ര 29 27 കുറച്ചൊരു റിലാക്സ്ഡ് റേക്ക് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര ഷാർപ്പായിട്ടുള്ള ഹാൻഡ്ലിംഗ് അല്ല. അതാണ് എനിക്ക് പെട്ടെന്നൊരു വെയിറ്റ് ഒരു സ്റ്റേപ്പ്. പിന്നെ ടയേഴ്സ് 19 ഇഞ്ച് ടയേഴ്സ് വന്നതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഇൻപുട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അത്രയും ഒരു ലാഗ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഒന്ന് യൂസ് ടു ആയപ്പോഴേക്ക് ഞങ്ങളുടെ കൂടുതൽ ഇൻപുട്ട് ഹാൻഡിൽ ബാറിൽ കൊടുക്കുക. അപ്പോൾ ബെറ്ററായിട്ട് സ്റ്റീർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചൊന്ന് സീറ്റ് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രം കംഫർട്ട്. കുറച്ചുകൂടി പാഡിങ് ഉള്ള സീറ്റ് അത് എടുത്തൊന്ന് പാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കംഫർട്ടബിൾ ചെറുതായിട്ടൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കുറച്ച് കിലോമീറ്റർ ആയിട്ടുള്ളൂ, 20 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കൊരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. നോട്ട് ദ ബെസ്റ്റ് മോസ്റ്റ് കംഫർട്ടബിൾ സീറ്റ്. പക്ഷേ നമ്മുടെ മോശമായ റോഡിലത്തെ ആ പൊട്ടിപ്പൊളിഞ്ഞ എല്ലാ സാധനവും സുഖമായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. സീറ്റ് എടുത്തത് പാഡ് ചെയ്താൽ റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അടിപൊളി എർഗണോമിക്സ്. എവറി ഡേ നമ്മുടെ മോശമായിട്ടുള്ള റോഡിൽ ഓടിക്കാൻ പറ്റിയൊരു എർഗണോമിക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്രൈറ്റായിട്ട് ഇരിക്കുന്ന ചെറിയ പൊടിക്കൊരു ലീന കുറച്ചൊന്ന് എൻഗേജിങ് ആകാൻ വേണ്ടി സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ വേണം. ഓവർലി അപ്രൈറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോട്ടോർ സൈക്കിളായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. ഇത് പൊടിക്ക് ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ട് ലീൻ ചെയ്തിരിക്കുക. ഇനഫ് ഓഫ് സ്പോർട്ടിനെസ് ഉണ്ട്, പക്ഷെ എന്നാലും കംഫർട്ടബിൾ എർഗണോമിക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സിറ്റിയിൽ മാത്രം ഓടിക്കാനെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ മോട്ടോർ സൈക്കിൾസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വിൻഷീൽഡുള്ളതുകൊണ്ട് സിറ്റിയിൽ അധികം കാറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഞാൻ മെഷ് ജാക്കറ്റ് ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് ചെറിയ രീതിയിൽ ചൂട് എനിക്ക് ഫീൽ ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു എയർ ഫ്ലോ എല്ലാം റെസിസ്റ്റ് ചെയ്യും. എൻ്റെ ചെസ്റ്റിലോട്ടൊന്നും ഒരു കാറ്റ് കിട്ടുന്നില്ല. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടൺ നെക്കി ഓഫ് ആവും. ഇല്ല, നെക്കി പിടിക്കാം. റണ്ണിങ്ങിൽ തന്നെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കി. പവർ ടു ദ റിയർ. പക്ഷേ ABS ഓഫാക്കാനുള്ള സ്വിച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഡുവൽ ചാനൽ ABS നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ടും റിയർ ബ്രേക്കും കയറി പിടിക്കാം. ഒരു സീനുമില്ല. റിയർ ബ്രേക്സ് ഭയങ്കര സോഫ്റ്റാണ്, പ്രോഗ്രസീവാണ്, ഒട്ടും ബൈറ്റില്ല. പക്ഷേ അത്ര വേണ്ട. നിങ്ങൾക്ക് ഇത്ര ഫ്രണ്ടിൽ അടിപൊളി ബ്രേക്കിംഗ് സെറ്റപ്പാണ് കൊടുത്തത്. അതുകൊണ്ട് റിയർ കുറച്ച് മോശമായാലും വലിയ ടാസ്കില്ല കേട്ടോ. പിന്നെ ഫോർ ടൂറിൽ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ ഫ്രണ്ട് ബ്രേക്സ് ആണ് ഇങ്ങനത്തെ റോഡ്സിലൊക്കെ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വണ്ടി നിർത്താൻ പറ്റുന്നത് കേട്ടോ. കണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ലോഡ് ആൻഡ് സ്ക്വീസ് ചെയ്തപ്പോൾ തന്നെ വണ്ടി എഫക്റ്റീവ്ലി നിന്നുകണ്ട. തേർഡ് ഗിയറിലാണ് അവിടെ നിന്ന് കൈ കൊടുത്ത് അവിടെ നിന്ന് പുള്ളി ചെയ്ത് വണ്ടി കയറും. സ്മൂത്ത്നെസ് കൊള്ളാം. എങ്ങനെയുണ്ട് സാധനം? NX 500 കുറേ നാൾ കഴിഞ്ഞിട്ടായിട്ട് ഓടിക്കുന്നത്. ഫസ്റ്റ് ഇറങ്ങിയ സമയത്തൊന്നും ഓടിച്ചിട്ടുണ്ടായത്, പക്ഷേ എനിക്ക് അപ്പോൾ അത്രമാത്രം സെറ്റപ്പായി തോന്നിയില്ല. ഇപ്പോൾ ഈ വീഡിയോയുടെ സമയത്ത് കുറേ പേര് ഓൾറെഡി അഡ്വഞ്ചർ 390 ഉണ്ട്, ഹിമാലയൻ 450 ഉണ്ട്. കുറേ ഓപ്ഷൻസ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുണ്ട്. പിന്നെ എന്തിനാണ് ഒരു 5.9 lakhs എക്സ്ഷോറും അല്ലെങ്കിൽ ഒരു 7 lakhs സ്പെൻഡ് ചെയ്തിട്ട് ഒരു മോട്ടോർ സൈക്കിൾ എടുക്കുന്നത്? ഈ ഉള്ള സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ റിഫൈൻമെൻറ്റ് കുറവാണ്. കുറച്ചൊന്ന് റെവ് ചെയ്ത് ഒരു 3 സ്പീഡിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഹൈവേസ് എക്സ്പ്രസ് വേസിലൊക്കെ, കേരളത്തിലെ എക്സ്പ്രസ് വേയിലേക്ക് ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത, പക്ഷേ അതർ സ്റ്റേറ്റ്സ് ഹൈവേയിലൊക്കെ നമുക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന ഹൈവേസ് ഉണ്ട്. അടിപൊളി ലോങ് സ്ട്രെച്ചസ് ഓഫ് ഹൈവേസ് ഉണ്ട്. നിങ്ങൾ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ റോഡ്സ് ഔട്ട്സൈഡ് കേരള ഉള്ള റോഡ്സൊക്കെ നല്ല സെറ്റപ്പ് റോഡ്സ് ഉണ്ട്. ഇവിടുന്ന് ബാംഗ്ലൂർ പോകാനാണ്, ഹൈദരാബാദ് പോകാനാണ്, ഹൈദരാബാദ് ടു ഡൽഹി, ഡൽഹി ടു ലഡാക്ക്, അങ്ങനെ ഒരു സർക്യൂട്ട് എടുത്ത് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ റോഡ്സ് ആർ പ്രെറ്റി ഗുഡ്. കേരളത്തെ റോഡ്സ് മാത്രം മോശമായിട്ടിരിക്കുന്നത്, ബാക്കി പുറത്തോട്ടൊക്കെ ഡീസൻ്റ്ലി ഗുഡ്, പ്രെറ്റി ഗുഡ് റോഡ്സ് ആണ്. അവിടെയാണ് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ഓഫ് റോഡ്, സോഫ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഫ്രണ്ടിൽ 19 ഇഞ്ച് വീലാണ്, ബാക്കിൽ 17 ഇഞ്ച് വീലാണ്. സോ അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളിനെ അത് റോൾ ഓവർ ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ റിഫൈൻമെൻറ്റ്, ആ ട്വിൻസിൽ 180 ഡിഗ്രി ട്വിന്നിൻ്റെ റിഫൈൻമെൻറ്റ്, റിലയബിലിറ്റി മാത്രം. എക്സോസിനോട് അത്ര സെറ്റപ്പ് അല്ല, പക്ഷേ എന്നാലും ഭയങ്കര എഫേർട്ട്ലെസ്ലി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. മാത്രം അധികം ഗിയർ ഷിഫ്റ്റിന് റിക്വയർമെൻറ്റും ഇല്ല. നിങ്ങൾക്ക് ലേസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. ഇതിൻ്റെ ക്ലച്ച് ലെവർ എക്സ്ട്രീംലി ലൈറ്റാണ്. 1 ഫിംഗർ ഇൻ ദ സിറ്റിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്ര ലൈറ്റ്, അധികം ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. പക്ഷേ ഇത് ബെയർ ബോൺ മോട്ടോർ സൈക്കിൾ. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അത് ഓഫാക്കാനും പറ്റുന്നതാണ് കേട്ടോ. ബാക്കി ഡുവൽ ചാനൽ ABS ഉണ്ട്, സ്ലിപ്പ് ആൻഡ് ക്ലച്ച് മാത്രമേ കൊടുത്തു. വേറെ അങ്ങനെ മത്താപ്പായിട്ടുള്ള ഒരു സാധനമില്ല. ഇത് നോൺസെൻസ് മോട്ടോർ സൈക്കിളാണ്. ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഹോണ്ട ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിറ്റി യൂസ് ചെയ്യാനും കമ്മ്യൂട്ടർ റൈഡിങ് മോഡ് ഒന്നുമില്ല, ഒറ്റ മോഡുള്ള ഫുൾ പവർ കിട്ടും. 47 horsepower, അത്ര ഇൻറ്റിമിഡേറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. ഇനി 196 kg ആയിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യും.
പക്ഷേ എന്നാലൊന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ വളരെ ഈസി ടു മാനേജ് ആണ്. ഇപ്പോൾ ഹിമാലയൻ 450 ഓൾമോസ്റ്റ് ആ സെയിം 190 kgs 200 kgs ഓഫ് വെയിറ്റ് ഉള്ള മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇതിനെക്കാട്ടി മച്ച് ലെസ് പവർഡ്. ഇത് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മൂത്ത്നെസ് ആക്സലേഷനൊക്കെ ഭയങ്കര ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സഡൻ ഇത്ര വെയിറ്റുള്ള വണ്ടി ഇങ്ങനെ ഫാസ്റ്റായിട്ട് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് സംതിങ് ഡിഫറെൻ്റ് ആണ്. ഭയങ്കര എൻജോയ്, അത്രയും സ്മൂത്ത്നെസ് ആണ്, ലീനിയറിറ്റി ഇൻ പവറാണ്. ഇപ്പോൾ KTM 390 പവർഫുൾ ആണ്. അത് കൈ കൊടുക്കുമ്പോൾ സഡൻ സർച്ച്, ആ മിഡ് റേഞ്ച് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ചാടിയ പോലെ. പക്ഷേ ഫോർ ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പ്രെഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ലീനിയാരിറ്റി ഉണ്ടെങ്കിൽ വളരെ എഫേർട്ട്ലെസ്ലി ലോങ് കിലോമീറ്റേഴ്സ് മൈൽ മഞ്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. മൈൽ മഞ്ച്, അതാണ് ദ പ്രോപ്പർ മൈൽ മഞ്ച്. അതാണ് ഞാൻ വേർഡ് ആലോചിച്ച് എന്തോ സാധനം പറയില്ല. മൈൽ മഞ്ചിങ് ചെയ്യാൻ വേണ്ടി കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്യാൻ വിത്ത് പില്ല്. ഇതെടുത്തൊന്ന് പ്രോപ്പർലി ഒന്ന് പാഡ് ചെയ്താൽ മതി. ആ സീറ്റ് എടുത്തിട്ട് കുറച്ച് എക്സ്ട്രാ ഫോമൊക്കെ ആഡ് ചെയ്ത് പാഡ് ചെയ്തതിന് സീറ്റായിട്ട് കുറച്ച് കൂടുതൽ. ഇപ്പോൾ ഓൾറെഡി സീറ്റായിട്ട് കുറച്ച് കൂടുതലാണ്. 830 mm 5'8" എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഈ പോർഷൻ നാരോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രമാത്രം കംഫർട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ ഏകദേശം 30 km ഓടിച്ച് വന്നപ്പോഴേക്കും അത്ര കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നു. 30+ ആക്കിയപ്പോൾ തന്നെ എനിക്ക് ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ നത്തിങ് ടു ഡിസ്റ്റർബിങ്. ഞാൻ ആലോചിച്ചു, ഞാൻ നോക്കും ഇവിടെ പെയിൻ വരുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സീറ്റ് കംഫർട്ടബിൾ ആണോ, അങ്ങനെ ചെക്ക് ചെയ്യാൻ മാത്രം. പക്ഷേ ബാക്കിയുള്ള മോട്ടോർ സൈക്കിൾ അടിക്കുമ്പോൾ നല്ല ബെറ്റർ സസ്പെൻഷൻ, ബെറ്റർ കംഫർട്ടബിൾ സീറ്റ്സ്. ഇതെടുത്ത് പാഡ് കൂടി ചെയ്തതിന് സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. വിത്ത് പില്ലിയൻ ആണെങ്കിൽ കുറച്ചൊന്ന് പാഡ് ചെയ്തതിന് കംഫർട്ടബിൾ ആയിട്ട് ഒരു ലഗേജ് റാക്ക്, ഒരു ക്യാരിയറൊക്കെ വെച്ച് ടോപ്പ് ബോക്സ് ഒക്കെ വെച്ചിട്ട് ലഗേജൊക്കെ ലോഡ് ചെയ്ത് പോകാൻ പറ്റുന്ന 17.5 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്ക്. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. ഇപ്പോൾ ചില മോട്ടോർ സൈക്കിൾ നമ്മൾ ട്രിപ്പിൾ ഡിജിറ്റ്, ഇപ്പോൾ KTM ഒക്കെ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ ആ സിംഗിൾ സിലിണ്ടർ നമ്മൾ ടൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഫ്യൂൽ എക്കോണമി കിട്ടില്ല. മാത്രമല്ല റിലയബിലിറ്റി കൺസേൺ ആണ്. ഈ മോട്ടോർ സൈക്കിളിൻ്റെ എഞ്ചിൻ ബുള്ളറ്റ് പ്രൂഫ്, ആ CB 500X വന്ന എഞ്ചിനാണ്. അത് വേൾഡ് വൈഡ് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ആ എഞ്ചിനെ ഇതിൽ കൊടുത്താൽ അതിൻ്റെ കുറച്ചൊരു മോഡേൺ ടേക്കാണ്. പക്ഷേ എത്തനോൾ 10 ആണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഹോണ്ട ഷുഡ് ബി പ്രൊവൈഡിങ് എത്തനോൾ 20+. ഇപ്പോൾ E85 പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ മൈ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ അതാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ E27 വരാൻ പോകുന്ന പറയാം. ഇപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ E10 അല്ലെങ്കിൽ E5 എഞ്ചിൻസിനൊക്കെ കുറച്ചൊരു മിസ്സിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പ്രോപ്പർ ആ ഫ്യൂൽ ലൈൻസിനെ കുറച്ച് കൊറോഷൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ ഇൻ മൈ ഒപ്പീനിയൻ ഒരു E20 ഇന്ത്യൻ റൂൾസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, എമിഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഇനി ഇന്ത്യയിൽ എന്താ വരാൻ പോകുന്നത്, ഇനി E50 ആണ് വരാൻ പോകുന്നത്, E85 ആണ് വരാൻ പോകുന്നത്, എന്താ സെറ്റപ്പ് എന്ന് അറിയില്ല. സോ അതിന് വേണ്ടി ഓൾറെഡി ആയിട്ടുള്ള ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൂടി ആക്കിയെങ്കിൽ സെറ്റപ്പ് ആയതിന്. അതാണ് ഇൻ മൈ ഒപ്പീനിയൻ പറയേണ്ട കാര്യം. പക്ഷേ അതല്ലാണ്ട് സെറ്റപ്പ് ഈ വിൻസ്ക്രീൻ കുറച്ച് ടോളർ ആയിരുന്നെങ്കിൽ ഹൈവേസ് ബെറ്റർ. പക്ഷേ സിറ്റിയിൽ ഇത് ഊരി മാറ്റം പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റബിലിറ്റി ഓപ്ഷൻ കൊടുത്തെങ്കിൽ സിറ്റിയിൽ താഴ്ത്തി വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ എയർ ഫ്ലോ കിട്ടും. ഇതൊരു 1 മോട്ടോർ സൈക്കിൾ ഗറാജിനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് മോട്ടോർ സൈക്കിൾ. പക്ഷേ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിൻസ്ക്രീൻ അത് മച്ച് ബെറ്റർ ആയിരുന്നു. സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത്രയും വിൻ പ്രൊട്ടക്ഷൻ വന്നതിന് നമുക്കധികം എയർ ഫ്ലോ കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ചൂടത്ത് ഓടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. അതാണ് ഈ മോട്ടോർ സൈക്കിൾ ഞാൻ ഓടിച്ചപ്പോൾ നോക്കി. ഞാൻ നേരത്തെ നേക്കഡ് മോട്ടോർ സൈക്കിൾ ഇൻ സിറ്റി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീലിംഗ് അത് ഭയങ്കര ഹീറ്റ് വരും. പക്ഷേ ഹൈവേ പോകുമ്പോൾ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ വിൻസ്ക്രീൻ്റെ അഡ്വാൻറ്റേജ് അവിടെ വരും. നമുക്ക് എപ്പോഴും വിൻ പ്രൊട്ടക്ഷൻ വേണ്ട. നമുക്ക് സിറ്റിയിൽ ഓടിക്കാൻ കുറച്ച് കാറ്റ് നെഞ്ചതൊക്കെ കൊണ്ട് ചില്ല് ചെയ്ത് ഓടിക്കാൻ പ്ലാൻ ചെയ്ത് ഇത് ഊരി മാറ്റണം. അതാണ് ഇടയ്ക്ക് ആ ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ സിറ്റി യൂസ് ആണെങ്കിൽ നിങ്ങൾ വിൻസ്ക്രീൻ ഊരി വെക്കുക. കുറച്ചും കൂടി ഹൈവേ ടൂറിംഗ് ഒക്കെ പേർപ്പസ് ലോങ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് ഒരു പ്രോപ്പർ ടോളർ വിൻഷീൽഡ് വെച്ച് സെറ്റപ്പ് ആവട്ടെ. ഇത് കുറച്ച് രണ്ടിൻ്റെ ഇടയിലായിക്കൊണ്ട് ഹെൽമെറ്റിലൊക്കെ ചെറുതായിട്ട് ടെർബുലൻസ് കിട്ടും. ചില പോർഷൻ ഓഫ് ദ ഹെൽമെറ്റ് മാത്രം എക്സ്പോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊരു വിൻ ബ്ലാസ്റ്റ് കിട്ടുന്നുണ്ട്. തലക്ക് മാത്രം ലോഡ് വരുമ്പോൾ അത്ര കംഫർട്ടബിൾ. എസ്പെഷ്യലി ഇയർ പ്ലഗ്സ് വെച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ്. കമ്പയർഡ് ഒരു ഏകദേശം 7.6 lakhs ഓൺ റോഡ് കൊച്ചി എത്തോട്ടോ. ആ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഡ് വേഴ്സസ് 650 എടുക്കാൻ പറ്റുന്ന കുറേ മോട്ടോർ സൈക്കിൾസ് എടുത്ത് പ്രോപ്പർലി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ദെൻ വൈ ദ ഹോണ്ട? അതിൻ്റെ റിലയബിലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസാണ് ഞാൻ പറയുന്നത്. ബിഗ് വിങ് ഹോണ്ടയുടെ ഏകദേശം സർവീസ് കോസ്റ്റ് 6,000 rupees. മാത്രമല്ല 3 year വാറണ്ടി, 2 year കറക്റ്റ് വാറണ്ടി ഡീറ്റെയിൽസ് ആയി കൊടുക്കുക. ഇയർലി വൺസ് 12,000 kilometer സർവീസ് ചെയ്താൽ മതി. 6,000 rupees ആകും കോസ്റ്റ് വരുന്നത്. പക്ഷേ ഇറ്റ് വിൽ ലാസ്റ്റ് യുവർ ലൈഫ് ടൈം. അതാണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ പ്രത്യേകത. ആ ഹോണ്ട ട്വിൻ സിലിണ്ടേഴ്സ് ആണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് CB 500 നിന്ന് എടുത്തുന്ന എഞ്ചിന് ആ റെബൽ 500-ലാണെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻ അത് വേൾഡ് വൈഡ് ആൾക്കാർ പറയുന്ന ഭയങ്കര ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ എന്നാണ്. അവർക്ക് പൊളിക്കാൻ പറ്റിയല്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ സർവീസിങ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്താൽ മാത്രം തന്നെ സെറ്റപ്പ് ആക്കി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. അതാണ് ഹോണ്ട NX 500. ഞാൻ ഇടയ്ക്ക് CB 500 എന്ന് പറഞ്ഞു. എന്തായാലും ഓൾമോസ്റ്റ് സിമിലർ, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡിഫറെൻറ്റ് ഡിസൈൻ കൊടുത്ത് കുറച്ചുകൂടി ഫ്യൂച്ചർ കുറച്ചുകൂടി ബെറ്റർ ഡിസൈൻ കൊടുക്കാമെന്ന് ഇൻ മൈ ഒപ്പീനിയൻ. ഇതിലെന്ത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇൻ മൈ ഒപ്പീനിയൻ ആ 270 ഫയറിംഗ് മോഡലുള്ള ഒരു എഞ്ചിൻ കൊടുത്തെങ്കിൽ ഒരു എക്സോസ്റ്റ് ഒക്കെ വെച്ചാൽ നല്ല സെറ്റപ്പായിട്ട് എൻജോയ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ടൂറിങ് ട്രാവലിംഗ് ടൈമിൽ ഒരു ലൗഡ് എക്സോസ്റ്റ് ഉണ്ടെങ്കിൽ ഒട്ടും എൻജോയബിൾ ഇടും. പക്ഷേ എന്നാലും ഇതിൻ്റെ സ്റ്റോക്ക് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റിയത്.
മാത്രമല്ല വേറെ എന്താണ് ഡിസൈൻ മാറ്റി കുറച്ചും കൂടി ഒരു സ്ട്രൈക്കിംഗ് ഡിസൈൻ കൊടുത്തെങ്കിൽ ആ ട്രാൻസാൽപ്പിൻ്റെ പോലത്തെ കുറച്ചുകൂടി ഡിസൈൻ കൊടുത്തിരുന്നെങ്കിൽ മേ ബി ആ ട്രാൻസാൽപ്പിൻ്റെ സെയിൽ കുറയും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ ഡിസൈൻ NX സീരീസിലൊക്കെ NX സീരീസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓവർ, ന്യൂ എക്സ് ഓവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പ്ലോറർ അങ്ങനത്തെ ടാഗ് ലൈനിലാണ് ഹോണ്ട ഇറക്കിയിരിക്കുന്നത്. നമ്മൾ സോഫ്റ്റ് റോഡർ മോട്ടോർസ് പ്രോപ്പർ അഡ്വഞ്ചർ അല്ല. പണ്ട് നമ്മൾ NX200 വീഡിയോ പരിപാടികളെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന NX സീരീസ് പഴയ ഹോണ്ടയുടെ ഒരു ഡുവൽ സ്പോർട്ട് സീരീസാണ്. ഇത് ഡുവൽ സ്പോർട്ട് എന്നല്ല, ഒരു സോഫ്റ്റ് ഓഫ് റോഡ് അല്ലെങ്കിൽ സോഫ്റ്റ് അഡ്വഞ്ചർ മോട്ടോർസ്, മെയിൻലി ഫോർ ഹൈവേ ടൂറിങ്. 95% ഫോർ ഹൈവേ ഉള്ള മോട്ടോർസ്. ഇതിൻ്റെ സസ്പെൻഷൻ അത്ര ട്രാവലില്ല, നേരത്തെ പറഞ്ഞില്ല അത്രമാത്രം ട്രാവൽ ഇല്ലാത്ത സസ്പെൻഷനാണ്. അപ്പോൾ നിങ്ങൾ ഓഫ് റോഡൊക്കെ പെട്ടെന്ന് ബോട്ടം ഔട്ടായി ഇപ്പോൾ. പിന്നെ ഇത് കൊടുത്ത ടയേഴ്സ് എന്ന് പറഞ്ഞാൽ MRF കേർവ് ടയർ. അത് എനിക്ക് തോന്നുന്നു ഷോറൂമിൽ മാറ്റി ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അത് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് സസ്പെൻഷൻ. പക്ഷേ ഫോർ ടൂറിങ് ഇങ്ങനത്തെ മോശമായിട്ടുള്ള റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി. ഈവൻ വിത്ത് പില്ലിയിൽ ഇരുന്ന് ലോങ് ഡിസ്റ്റൻസ് ക്ലോക്ക് ചെയ്യാൻ വിത്തൗട്ട് തലവേദനയൊന്നും ഇല്ലാണ്ട് ക്ലോക്ക് ചെയ്യാൻ, എഞ്ചിൻ്റെ പേടിയോ വണ്ടിയുടെ റിലയബിലിറ്റി ഒന്നും പേടിക്കാണ്ട് കുറേ കിലോമീറ്റർ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫ് മോട്ടോർ സൈക്കിളാണ് ദ ഹോണ്ട NX500. അതിനാണ് അവർ പ്രീമിയം ചാർജ് ചെയ്തത്. ഹോണ്ടയുടെ സെറ്റപ്പ് ഹോണ്ട ഈസ് ഹോണ്ട. അതുകൊണ്ട് അവർ വില കൂട്ടിയെടുക്കും. പണ്ട് CB500X ആദ്യം വന്ന സമയത്ത് 8 ലക്ഷം രൂപ പറഞ്ഞ്, എന്നിട്ട് ആരും മേടിക്കാണ്ട് ഇപ്പോൾ അവർ പ്രൈസ് കട്ട് ചെയ്ത് പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കളഞ്ഞു. പക്ഷേ NX500 ഇപ്പോൾ കുറച്ചധികം സെയിൽസ് ഉണ്ട്, കുറേ പേര് എടുക്കുന്നുണ്ട്. ഫ്രം ദ സിംഗിൾ സിലിണ്ടർ ഒരു 400 cc എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ കേട്ടോ, ഗുഡ് റിലയബിൾ ഓപ്ഷൻ. പക്ഷേ നിങ്ങൾ യൂസ്ഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദേ ആർ ബെറ്റർ മോട്ടോർ സൈക്കിൾ വേഴ്സസ് 650. നല്ല മോട്ടോർ സൈക്കിൾ ഫോർ ടൂറിങ് അങ്ങനത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല മോട്ടോർ സൈക്കിൾസ് ആണ് കേട്ടോ. അങ്ങനെ കുറേ ഓപ്ഷൻ മോട്ടോർ സൈക്കിൾ, ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ, നമ്മുടെ പഴയ V-Storm 650 ബ്രില്യൻ മോട്ടോർ സൈക്കിൾ ഫോർ ടൂറിങ് ആട്ടോ. ട്യൂബ്ലെസ് വീൽസ് ഒക്കെ അന്നേ കൊണ്ടുവന്ന സെറ്റപ്പ് വണ്ടികൾ. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇൻ ദ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഒരു ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ NX500 സ്റ്റിൽ മേക്ക് സെൻസ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ഡൗൺ ബിലോ. ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.